പ്രിയപ്പെട്ട കുട്ടികളെ, വൺ ചൈൽഡ്, വൺ ടീച്ചർ, വൺ പെൻ ആൻഡ് വൺ ബുക്ക് ക്യാൻ ചേഞ്ച് ദ വേൾഡ് എന്ന മലാലയുടെ പാഠം പഠിക്കാം. റെസ്പെക്റ്റഡ് എൽഡേഴ്സ് ആൻഡ് മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ടുഡേ ഇറ്റ് ഈസ് ആൻ ഓണർ ഫോർ മീ ബി സ്പീക്കിംഗ് again after a long time. Being here with such honorable people is a great moment in my life. കുറേ കാലത്തിന് ശേഷം എനിക്കിവിടെ സംസാരിക്കാൻ അവസരം ലഭിച്ചത് ഒരു വലിയ അംഗീകാരമായി ഞാൻ കാണുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ നിമിഷമാണിത്. കാരണം ഒരു ആദരണീയരായ വ്യക്തികളുടെ മുമ്പിൽ സംസാരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. I don't know where to begin my speech. I don't know what people would be expecting me to say. എവിടെ നിന്ന് തുടങ്ങണം എന്ന് എനിക്കറിയില്ല. കാരണം ജനങ്ങൾ എന്നിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്ന് എനിക്കറിയില്ല. ബട്ട് ഫസ്റ്റ് ഓഫ് ഓൾ, താങ്ക് യു ഗോഡ് ഫോർ ഹും വി ഓൾ ആർ ഈക്വൽ, ആൻഡ് താങ്ക് യു ടു എവരി പേഴ്സൺ ഹൂ ഹാസ് പ്രേഡ് ഫോർ മൈ ഫാസ്റ്റ് റിക്കവറി ആൻഡ് എ ന്യൂ ലൈഫ്. ആദ്യം തന്നെ ദൈവത്തിന് നന്ദി. അതുപോലെ തന്നെ എൻ്റെ എത്രയും വേഗത്തിലുള്ള തിരിച്ചു വരവിന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. ഐ കാനോട്ട് ബിലീവ് ഹൗ മച്ച് ലവ് പീപ്പിൾ ഹാവ് ഷോൺ മീ. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല ജനങ്ങൾ എത്രത്തോളം എന്നെ സ്നേഹിക്കുന്നു എന്നറിയുന്നതിൽ. ഐ ഹാവ് റിസീവ്ഡ് തൗസൻഡ്സ് ഓഫ് ഗുഡ് വിഷ് കാർഡ്സ് ആൻഡ് ഗിഫ്റ്റ്സ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ്. താങ്ക് യു ഓൾ ഓഫ്. ആയിരക്കണക്കിന് വിഷ് കാർഡുകളും സമ്മാനങ്ങളും ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും എനിക്ക് കിട്ടി. എല്ലാവർക്കും നന്ദി. താങ്ക് യു ടു ദ ചിൽഡ്രൻ ഹൂസ് ഇന്നസെൻറ്റ് വേർഡ്സ് എൻകറേജ്ഡ് മീ. നിഷ്കളങ്കമായ വാക്കുകൾ കൊണ്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച വിദ്യാർത്ഥികൾക്ക് എൻ്റെ പ്രത്യേകം നന്ദി. താങ്ക് യു ടു മൈ എൽഡേഴ്സ് ഹൂസ് പ്രേയേഴ്സ് സ്ട്രെങ്തൻഡ് മീ. എനിക്ക് കരുത്ത് പകർന്നു തന്ന ബഹുമാന്യരായ ഗുരുജനങ്ങൾക്ക് നന്ദി. ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഡു റിമെമ്പർ വൺ തിങ്. മലാല ഡേ ഈസ് നോട്ട് മൈ ഡേ. ടുഡേ ഈസ് ദ ഡേ ഓഫ് എവരി വുമൺ, എവരി ബോയ് ആൻഡ് എവരി ഗേൾ ഹൂ ഹാവ് റേസ്ഡ് ദെയർ വോയിസ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരു കാര്യം ഓർമ്മിക്കുക. മലാല ഡേ എന്നത് എൻ്റെ ദിനമല്ല. ഈ ദിനം ഓരോ സ്ത്രീയുടെയും, ഓരോ ആൺകുട്ടികളുടെയും, ഓരോ പെൺകുട്ടിയുടെയും ദിനം ആണ്. അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന എല്ലാവരുടെയും ദിനമാണിത്. ദർ ആർ ഹൺഡ്രഡ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ്സ് ആൻഡ് സോഷ്യൽ വർക്കേഴ്സ് ഹൂ ആർ നോട്ട് ഓൺലി സ്പീക്കിംഗ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ബട്ട് ഹൂ ആർ സ്ട്രഗ്ലിംഗ് ടു അച്ചീവ് ദെയർ ഗോൾസ് ഓഫ് എഡ്യൂക്കേഷൻ, പീസ് ആൻഡ് ഈക്വൽ. നൂറുകണക്കിന് മനുഷ്യാവകാശ പ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരും സംസാരിക്കുന്നത് മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. അവർ കഷ്ടപ്പെടുന്നത് അവരുടെ ലക്ഷ്യങ്ങളായ വിദ്യാഭ്യാസം, സമാധാനം, സമത്വം എന്നീ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഹാവ് ബീൻ കിൽഡ് ബൈ ദ ടെററിസ്റ്റ്സ് ആൻഡ് മില്യൺസ് ഹാവ് ബീൻ ഇഞ്ചേർഡ്. ഐ ആം ജസ്റ്റ് വൺ ഓഫ് ദം. ആയിരക്കണക്കിന് ആളുകളെ തീവ്രവാദികൾ കൊന്നു. ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് മുറിവേറ്റു. ഞാൻ അവരിൽ ഒരാൾ മാത്രം. Dear sisters and brothers, we realize that the importance of light when we see darkness. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ പ്രകാശത്തിൻ്റെ വില മനസ്സിലാക്കുന്നത് നാം ഇരുട്ടിലായിരിക്കുമ്പോഴാണ്. We realize the importance of our voice when we are silenced. നമ്മുടെ ശബ്ദത്തിൻ്റെ വില നാം മനസ്സിലാക്കുന്നത് നാം നിശബ്ദരാക്കപ്പെടുമ്പോഴാണ്. ഇൻ ദ സെയിം വേ, വെൻ വി വെയർ ഇൻ സ്വാറ്റ്, ദ നോർത്ത് ഓഫ് പാകിസ്ഥാൻ, വി റിയലൈസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പെൻസ് ആൻഡ് ബുക്സ് വെൻ വി സോ ദ ഗൺസ്. അതുപോലെ ഞങ്ങൾ നോർത്ത് പാകിസ്ഥാനിലെ സ്വാറ്റ് എന്ന സ്ഥലത്ത് ജീവിക്കുമ്പോൾ ഞങ്ങൾ തിരിച്ചറിഞ്ഞു ഒരു പേനയുടെയും ബുക്കിൻ്റെയും വില. ഞങ്ങൾക്ക് തോക്കുകൾ മാത്രമാണ് കാണാൻ സാധിച്ചത്. ദ വൈസ് സെയിങ് ദ പെൻ ഈസ് മൈറ്റർ ദാൻ ദ സ്വോർഡ് വാസ് ട്രൂ.
ബുദ്ധിയുള്ളവർ പറയുന്നു, വാളിനേക്കാൾ മൂർച്ചയുള്ള ആയുധമാണ് പേന എന്നത്. അത് ഒരു സത്യമാണ്. ദ എക്സ്ട്രീമിറ്റ്സ് ആർ അഫ്രൈഡ് ഓഫ് ബുക്സ് ആൻഡ് പെൻസ്. തീവ്രവാദികൾ ബുക്കിനെയും പേനയെയും ഭയക്കുന്നു. ദ പവർ ഓഫ് എഡ്യൂക്കേഷൻ ഫ്രൈറ്റൻസ് ദം. വിദ്യാഭ്യാസത്തിൻ്റെ ശക്തി അവരെ ഭയപ്പെടുത്തുന്നു. ദേ ആർ അഫ്രൈഡ് ഓഫ് വുമൺ. ദ പവർ ഓഫ് ദി വോയിസ് ഓഫ് വുമൺ ഫ്രൈറ്റൻസ് ദം. സ്ത്രീകളെ അവർ ഭയപ്പെടുന്നു. സ്ത്രീകളുടെ ശബ്ദത്തിൻ്റെ ശക്തി അവരെ ഭയപ്പെടുത്തുന്നു. ഓണറബിൾ സെക്രട്ടറി ജനറൽ, പീസ് ഈസ് നെസസറി ഫോർ എഡ്യൂക്കേഷൻ. ആദരണീയനായ സെക്രട്ടറി ജനറൽ, വിദ്യാഭ്യാസത്തിന് സമാധാനം ആവശ്യമാണ്. ഇൻ മെനി പാർട്സ് ഓഫ് ദി വേൾഡ്, ടെററിസം, വാർസ് ആൻഡ് കോൺഫ്ലിക്ട്സ് സ്റ്റോപ്പ് ചിൽഡ്രൻ ഫ്രോം ഗോയിങ് ടു സ്കൂൾസ്. തീവ്രവാദം കൊണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും യുദ്ധങ്ങളും പോരാട്ടങ്ങളും നടക്കുന്നതിനാൽ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ സാധിക്കുന്നില്ല. വി ആർ റിയലി ടയർഡ് ഓഫ് ദീസ് വാർസ്. വിമൺ ആൻഡ് ചിൽഡ്രൻ ആർ സഫറിങ് ഇൻ മെനി പാർട്സ് ഓഫ് ദി വേൾഡ് ഇൻ മെനി വേയ്സ്. ഈ യുദ്ധങ്ങൾ മൂലം ഞങ്ങൾ വളരെ ക്ഷീണിതരാണ്. പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും വളരെയധികം പല രീതികളിലും ലോകത്ത് പലയിടത്തും കഷ്ടതകൾ അനുഭവിക്കുന്നു. മെനി ഇന്നസെൻ്റ് ആൻഡ് പുവർ ചിൽഡ്രൻ ആർ വിക്ടിംസ് ഓഫ് ചൈൽഡ് ലേബർ. ധാരാളം നിഷ്കളങ്കരായ പാവപ്പെട്ട കുട്ടികൾ ബാലവേലകളുടെ ഇരയാണ്. യങ് ഗേൾസ് ഹാവ് ടു ഡു ഡൊമസ്റ്റിക് ചൈൽഡ് ലേബർ ആൻഡ് ആർ ഫോഴ്സ്ഡ് ടു ഗെറ്റ് മാരീഡ് അറ്റ് ആൻ ഏർലി ഏജ്. ചെറിയ പ്രായത്തിൽ പെൺകുട്ടികൾ വിവാഹിതരാകുന്നതോടെ വീട്ടിലെ തന്നെ ബാലവേലകൾ ചെയ്യാൻ നിർബന്ധിതരാകുന്നു. പോവർട്ടി, ഇഗ്നറൻസ്, ഇൻജസ്റ്റിസ്, റേസിസം ആൻഡ് ദ ഡിപ്രിവേഷൻ ഓഫ് ബേസിക് റൈറ്റ്സ് ആർ ദ മെയിൻ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ബോത്ത് മെൻ ആൻഡ് വിമൻ. ദാരിദ്ര്യം, അജ്ഞത, അനീതി, വംശീയത, അടിസ്ഥാന അവകാശങ്ങൾ ലഭിക്കാതിരിക്കൽ തുടങ്ങിയ പ്രശ്നങ്ങൾ സ്ത്രീയും പുരുഷനും ഒരുപോലെ നേരിടുന്നു. ഡിയർ ഫെലോസ്, ടുഡേ ഐ ആം ഫോക്കസിങ് ഓൺ വിമൻസ് റൈറ്റ്സ് ആൻഡ് ഗേൾസ് എഡ്യൂക്കേഷൻ ബിക്കോസ് ദേ ആർ സഫറിങ് ദ മോസ്റ്റ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസ അവകാശങ്ങൾ നേടിയെടുക്കാനാണ്. കാരണം അവരാണ് വളരെയധികം സഹിക്കുന്നത്. There was a time when women social activists asked men to stand up for their rights. വനിതാ സാമൂഹിക പ്രവർത്തകർ തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ പുരുഷന്മാരുടെ സഹായം ചോദിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. But this time we will do it by ourselves. എന്നാൽ ഇന്ന് നമുക്ക് തന്നെ സ്വയം അത് ചെയ്യാൻ സാധിക്കും. I am not telling men to step away from speaking for women's rights. Rather, I am focusing women to be independent, to fight for them. പുരുഷന്മാർ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അതിലുപരി സ്ത്രീകൾ സ്വതന്ത്രരായിക്കൊണ്ട് തന്നെ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ പ്രാപ്തരാകണം എന്ന്. ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, നൗ ഇറ്റ് ഈസ് ടൈം ടു സ്പീക്ക് അപ്പ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇത് സംസാരിക്കാനുള്ള സമയമാണ്. വി കോൾ അപ്പോൺ ദ വേൾഡ് ലീഡേഴ്സ് ദാറ്റ് ഓൾ ദ പീസ് ഡീൽസ് മസ്റ്റ് പ്രൊട്ടക്റ്റ് വിമൻ ആൻഡ് ചിൽഡ്രൻസ് റൈറ്റ്. ലോക നേതാക്കളോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. എ ഡീൽ ദാറ്റ് ഗോസ് അഗെയിൻസ്റ്റ് ദ dignity of women and their rights is unacceptable. ഒരു കാര്യം, സ്ത്രീകളുടെ അന്തസ്സിന് എതിരായി ഒരു കാര്യവും ഞങ്ങൾ അംഗീകരിക്കുകയില്ല. We call upon all governments to ensure free compulsory education for every child all over the world. ലോകമെമ്പാടുമുള്ള ഗവൺമെൻറ്റുകളോടും ഞങ്ങൾ ആവശ്യപ്പെടുന്നു, സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഓരോ കുട്ടിക്കും ലഭിക്കണം. We call upon all governments to fight against terrorism and violence, to protect children from
ബ്രൂട്ടാലിറ്റി ആൻഡ് ഹാം. തീവ്രവാദത്തിനും ആക്രമണങ്ങൾക്കും എതിരെ പോരാടാൻ എല്ലാ ഗവൺമെൻറ്റുകളും തയ്യാറാവണം. അങ്ങനെ കുട്ടികൾക്കെതിരെയുള്ള അക്രമങ്ങളും ക്രൂരതകളും തടയണം. We call upon the developed nations to support the expansion of educational opportunities for girls in the developing world. എല്ലാ വികസിത രാജ്യങ്ങളോടും ഞങ്ങൾ ആവശ്യപ്പെടുന്നു, പെൺകുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ അവസരങ്ങൾ വിപുലീകരിക്കണം. We call upon all communities to be tolerant. ഞങ്ങൾ ആവശ്യപ്പെടുന്നു, എല്ലാ കമ്മ്യൂണിറ്റികളും സഹിഷ്ണുതയോടെ പെരുമാറണം. To reject prejudice based on caste, creed, religion or gender, to ensure freedom and equality for women so that they can flourish. ജാതി, വിശ്വാസം, മതം, ലിംഗം എന്നിവയിലെല്ലാമുള്ള മുൻവിധികൾ ഒഴിവാക്കണം. എന്നിട്ട് സ്ത്രീകൾക്ക് സമത്വം കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ സ്ത്രീകൾക്ക് വളരാൻ സാധിക്കുകയുള്ളൂ. We cannot all succeed when half of us are held back. നമ്മളിൽ പകുതി പേർ പിന്നോട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയില്ല. We call upon our sisters around the world to be brave, to embrace the strength within themselves and realize their full potential. ലോകമെമ്പാടുമുള്ള സഹോദരിമാരോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, നിങ്ങൾ ധൈര്യമുള്ളവരായിരിക്കണം. നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി സ്വയം തിരിച്ചറിഞ്ഞ് അവ സ്വയം അംഗീകരിക്കണം. Dear brothers and sisters, we want schools and education for every child's bright future. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഓരോ കുട്ടികളുടെയും ശോഭനമായ ഭാവിക്ക് സ്കൂളുകളും വിദ്യാഭ്യാസവും ആവശ്യമാണ്. We will continue our journey to our destination for peace and education for everyone. ഞങ്ങളുടെ യാത്ര തുടരുന്നു, എല്ലാവർക്കും സമാധാനവും വിദ്യാഭ്യാസവും എന്ന ലക്ഷ്യത്തിലേക്ക്. No one can stop us. ആർക്കും ഞങ്ങളെ തടയാൻ സാധ്യമല്ല. We will speak for our rights. ഞങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങളുടെ അവകാശങ്ങളാണ്. And we will bring change through our voice. ഞങ്ങളുടെ ശബ്ദത്തിലൂടെ മാറ്റങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യും. We must believe in the power and the strength of our words. Our words can change the world. നമ്മുടെ വാക്കുകളിലും പവറിലും ശക്തിയും നമ്മൾ തീർച്ചയായും വിശ്വസിക്കണം. നമ്മുടെ വാക്കുകൾക്ക് ഈ ലോകത്തെ തന്നെ മാറ്റാൻ സാധിക്കും. Because we are all together united for the cause of education. കാരണം വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുകയാണ് നമ്മൾ. And if we want to achieve our goal, then let us empower ourselves with the weapon of knowledge and let us shield ourselves with unity and togetherness. നമുക്ക് നമ്മുടെ ലക്ഷ്യം നേടണമെങ്കിൽ നമ്മൾ സ്വയം ശക്തരാകണം. അറിവ് എന്ന ആയുധം കൊണ്ട്, ഐക്യം കൊണ്ടും ഒരുമ കൊണ്ടും നമുക്ക് കവചം തീർക്കാം. Dear brothers and sisters, we must not forget that millions of people are suffering from poverty, injustice and ignorance. പ്രിയമുള്ള സഹോദരന്മാരെ, ഒരു കാര്യം നമ്മൾ മറക്കരുത്. ദശലക്ഷക്കണക്കിന് ജനങ്ങൾ കഷ്ടത അനുഭവിക്കുന്നു. ദാരിദ്ര്യം, അനീതി, അജ്ഞത എന്നിവ. We must not forget that millions of children are out of schools. നമ്മൾ ഒരു കാര്യം മറക്കരുത്, ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ സാധിക്കുന്നില്ല. We must not forget that our sisters and brothers are waiting for a bright, peaceful future. നമ്മൾ ഒരിക്കലും മറക്കരുത്, നമ്മുടെ സഹോദരന്മാർ സമാധാനപൂർണമായ ശോഭനമായ അവരുടെ ഭാവിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. So let us wage a global struggle against illiteracy, poverty and terrorism, and let us pick up our books and pens. They are
അവർ മോസ്റ്റ് പവർഫുൾ വെപ്പൺ. അതുകൊണ്ട് നമുക്ക് ഒരു ആഗോള സമരത്തിന് വേണ്ടി പ്രതിജ്ഞയെടുക്കാം. നിരക്ഷരതയ്ക്കെതിരെ, ദാരിദ്ര്യത്തിനെതിരെ, തീവ്രവാദത്തിനെതിരെ നമുക്ക് ബുക്കും പേനയും എടുത്തുകൊണ്ട് പ്രവർത്തിക്കാം. അവയാണ് നമ്മുടെ ശക്തമായ ആയുധങ്ങൾ. വൺ ചൈൽഡ്, വൺ ടീച്ചർ, വൺ പെൻ ആൻഡ് വൺ ബുക്ക് ക്യാൻ ചേഞ്ച് ദ വേൾഡ്. എഡ്യൂക്കേഷൻ ഈസ് ദ ഓൺലി സൊല്യൂഷൻ. എഡ്യൂക്കേഷൻ ഫസ്റ്റ്. ഒരു കുട്ടി, ഒരു ടീച്ചർ, ഒരു പേന, ഒരു ബുക്ക്, ഇവയ്ക്ക് ഒരു ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും. വിദ്യാഭ്യാസം മാത്രമാണ് പരിഹാരം. വിദ്യാഭ്യാസം ആണ് ആദ്യം വേണ്ടത്.